ടിയയുടെ എയർ ഫിൽറ്റർ എങ്ങനെ മാറുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 1, 2, 3, 4, 5 ബോൾട്ട് വരുന്നുണ്ട്. 5 ബോൾട്ടും 8mm സോക്കറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ 8mm ടി വെച്ചിട്ട് നമുക്ക് ഇളക്കിയെടുക്കണം. ബോട്ടിൽ ഇളക്കി മാറ്റി ഇനി ഈ ക്യാപ്പ് നമ്മൾ ഇളക്കിയെടുക്കണം. മുകളിലോട്ട് പോക്കുക, ഫ്രണ്ടിലോട്ട് വലിക്കുക. ഇതാണ് എയർ ഫിൽറ്റർ. 1 വർഷവും 10,000 കിലോമീറ്റർ ഓടിയ എയർ ഫിൽറ്ററിൻ്റെ അവസ്ഥയാണ് കാണുന്നത്. ഇത് 2,500 കിലോമീറ്റർ കൂടുന്നതോടും ഞാൻ ഇളക്കി ക്ലീനാക്കി ഇടുന്നതാണ്. എയർ ഫിൽറ്ററിന് ശേഷം എയർ ഫിൽറ്റർ വരുന്ന ഭാഗത്ത് ഇതിനകത്തും പൊടികൾ കാണും. അതൊക്കെ തുടച്ചെടുക്കുക. തുണിയുണ്ട്, ഒരു മൈക്രോ ഫൈബർ കൊടുത്തിട്ട് പുറത്തെടുക്കണം. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ത്രോട്ടിൽ ബോഡി ബട്ടർഫ്ലൈ വാൽവ്. അപ്പോൾ ഇതാണ് ഞാൻ ടിയക്ക് ഇടാൻ വേണ്ടി വാങ്ങിച്ച ഒരു എയർ ഫിൽറ്റർ. ആഫ്റ്റർ മാർക്കറ്റാണ് സാധനം. ഏതോ ഒരു സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. ആ സൈറ്റിൻ്റെ പേര് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ടേക്കാം. അന്ന് ഞാൻ എടുത്ത സമയത്ത് 120 രൂപയായിട്ടുള്ളൂ ഈ സാധനത്തിന്. കാരണം ഈ സാധനം ഓർഡർ ചെയ്ത് ഒരു 3 മാസം കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയത്. പൈസ പോയെന്ന് വെച്ചിരുന്നതാണ്, പക്ഷേ സാധനം വന്നു. അപ്പോൾ ഈ കാണുന്ന എയർ ഫിൽറ്റർ ഇടതുവശത്തിരിക്കുന്നത് പഴയതും വലതുവശത്തിരിക്കുന്നത് പുതിയതും. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ഡിഫറൻസ് എന്താണെന്നുള്ളത്. ഈ കളർ വരുമ്പോൾ തന്നെ